ചേട്ടായി അമ്മേനെ കൊണ്ടുവന്ന് പടവളത്ത് വിടാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് തിരിച്ച് വന്ന് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ അതിലേക്കൂടെ ബസ്സൊന്നും ഇല്ല കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നീലൂട്ടൻ വണ്ടി കയറിയപ്പോഴേ കിടന്നുറങ്ങി. പകൽ എത്ര കിടന്നുറങ്ങാൻ പറഞ്ഞാലും അവൻ കേൾക്കൂല. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ കയറുമ്പം കിടന്നങ്ങ് ഉറങ്ങും. പറഞ്ഞില്ലല്ലോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞങ്ങൾ ഇന്ന് വെട്ടിക്കോല അമ്പലത്തിലോട്ട് പോവാട്ടോ. കുറേ വർഷത്തിന് ശേഷം, ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലായി ഞാൻ വെട്ടിക്കവല അമ്പലത്തിലോട്ട് പോയിട്ട്. വെട്ടിക്കവല പോയിട്ട് 9 വർഷത്തിൽ കൂടുതലായി, 9 വർഷമായി. അമ്പലത്തിൽ കയറിയിട്ട് 10 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്. താഴെ നമ്മുടെ മഹാവിഷ്ണുവും മുകളിലായിട്ട് നമ്മുടെ മഹാദേവനുമാണ് കേട്ടോ. താഴെ മഹാവിഷ്ണുവിനെ തൊഴുതിട്ട് വേണം നമ്മൾ മുകളിൽ മഹാദേവനെ തൊഴാനായിട്ട് പോവാൻ. അപ്പോൾ അതിൻ്റെ കുറേ നാൾ കൂടിയിരുന്ന് വന്നതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. ഇവിടെ ആയിരുന്നു ഞാൻ 3ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചത്. പിന്നെ ഞങ്ങളുടെ വീടും ഉണ്ടായിരുന്നു. ആ വീട് വിറ്റിട്ടാണ് ഞങ്ങളിപ്പം താമസിക്കുന്ന പയ്യന്നല്ലൂർ വസ്തുവൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെച്ചത്. പിന്നെ അച്ഛൻ്റെ വീട് ഇവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ വീട്ടിലോട്ടൊന്നും പോവാറില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങളിതാ കുളത്തിലൊക്കെ ഇറങ്ങി. കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ മലരും ഒന്നും വാങ്ങിച്ച് കൊടുക്കാനായിട്ട് അവിടെ അങ്ങനെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഉത്സവ സമയമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ കണ്ട് കാലൊക്കെ കഴുകി വെള്ളമൊക്കെ കുടഞ്ഞിട്ട് നേരെ മഹാവിഷ്ണുവിനെ കയറി തൊഴാനായിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ അമ്മയുണ്ട്. അമ്മ ആദ്യം എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ട് പിന്നെ അമ്മ ഇറങ്ങും കേട്ടോ. അമ്മ ഇറങ്ങുന്ന വീഡിയോയും കൂടി ഞാനങ്ങ് എടുത്തു. പിന്നെ ഞങ്ങൾ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് തൊഴാനായിട്ട് കയറും കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടായി നീലൂട്ടനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മുടെ വെട്ടിക്കവല അമ്പലത്തിലോട്ട് വരുന്നത് തൊഴാനായിട്ട്. വെട്ടിക്കവലയിലോട്ടേ വരുന്നത് ആദ്യമായിട്ടാട്ടോ. അങ്ങനെ അതിൻ്റെയും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒത്തിരി ഉണ്ടായിരുന്നേ. കാരണം എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മച്ചമ്മയുടെ കൂടെ ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്ന് ഓടിക്കളിച്ചിട്ടുണ്ട്. ഈ നീലൂട്ടൻ കയറി പോകുന്നില്ലേ, അതേപോലെ കിടന്ന് ഓടിക്കളിച്ച് തിമിർത്ത് വാരിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ പറയുമ്പം തന്നെ ഒരുപാട് ഒത്തിരി പേരെ മിസ്സ് ചെയ്യുന്നു, അമ്മച്ചമ്മയെ മിസ്സ് ചെയ്യുന്നു. എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ നീലൂട്ടൻ കുറേ നേരം അവിടെ ആ ചരലിലിരുന്ന് കളിച്ച് ഞങ്ങൾ പിന്നെ പ്രദക്ഷിണം വെച്ച് ചുറ്റിക്കറങ്ങി അപ്പൂപ്പനെയും ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, മഹാദേവനെയും തൊഴുതിട്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി. ഇനി നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവാം കേട്ടോ. ഞാനും നീലൂട്ടനും ചേട്ടായും കൂടെ ട്രിവാൻഡ്രത്തോട്ട് പോവാം. അമ്മ തിരിച്ച് അടൂർ വീട്ടിലോട്ടും പോവാട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ 2-3 ദിവസത്തെ പത്രം ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് കട്ടിലേ കിടന്നപ്പോൾ തന്നെ ഒരു ആശ്വാസം. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ. ബൈ.